ഇതാ നമുക്ക് ഇന്നൊരു സേമിയ ഉപ്മാവ് ഉണ്ടാക്കിയാലോ. അതായത് വെർമസെല്ലി. ഇതാ ഇത്രയും ചെറിയ പീസാക്കണം. ഇതാ വെള്ളം അടുപ്പി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളപ്പിച്ച് എടുക്കാം. വെള്ളം ചൂടായിട്ടുണ്ട്. അതിൽ 1 ടീസ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് ഈ സേമിയ വെർമസെല്ലി ഇടാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് തിളയ്ക്കുമ്പോൾ നമുക്ക് മാറ്റാം. നമുക്ക് ഈ സേമിയ ഉപ്മാവിനുള്ള അരിഞ്ഞെടുക്കാം. ക്യാരറ്റ്, ഉള്ളി, ജിഞ്ചർ, കറിവേപ്പില, പച്ചമുളക്, ബീൻസ് ഉണ്ടെങ്കിൽ അതും ഇടാം. ഇതായിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. നമുക്ക് ഈ വെള്ളം ഊറ്റിക്കളഞ്ഞ് 2 പ്രാവശ്യം തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകാം. ഇതാ വെള്ളം വെടിയട്ടെ. നമുക്ക് അപ്പോഴേക്ക് ചീനച്ചട്ടി വെച്ചു. അതിന് നമുക്ക് നെയ്യ് ഒഴിക്കാം. റിഫൈൻഡ് ഓയിലോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും ഒഴിക്കാം. ഞാനിവിടെ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്. നമുക്കിതാ ക്യാരറ്റ് അരിഞ്ഞു വെച്ചത്, ഇഞ്ചി അരിഞ്ഞു വെച്ചത്, മല്ലിത്തഴ, നിലക്കടല, കറിവേപ്പില, ഉള്ളി, പച്ചമുളക്, ഇതാ കടുക്, വെജിറ്റബിളോ ഗ്രീൻ പീസോ എല്ലാം ഇടാം. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. ഇതാ പച്ച നിലക്കടല ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി, കറിവേപ്പില, ഉള്ളി ഇട്ട് കൊടുക്കാം. ഒന്ന് വഴണ്ട് വരുമ്പോൾ ഈ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കുറച്ച് വേകണം. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഞാൻ ഇടുന്നില്ല. ഇടുന്നവർക്ക് ഇടാം, പക്ഷെ ഞാൻ ഇടുന്നില്ല. ഇത് കുറച്ചായിട്ട് നമുക്ക് സേമിയ ഇതിലോട്ട് ഇളക്കാം. എല്ലാം വെള്ളം വെടിഞ്ഞിട്ടുണ്ട്. ഇതാ ക്യാരറ്റും ഇത് താളിപ്പും ആയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ആയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിൽ ഇടണം. ലാസ്റ്റ് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതാ സെർവ് ചെയ്തിട്ടുണ്ട്. എന്ത് ഭംഗിയാണ് കാണാൻ. കളർഫുള്ളായിട്ടുണ്ട്. ഇത് എല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം. സ്കൂളിലെ കുട്ടികൾക്ക് കൊടുത്തയക്കാനും നല്ലതാണ്. വെജിറ്റബിളും ഉണ്ട്, ഇത് വിറ്റാമിനും ആണ്. ട്രൈ ചെയ്യണം. എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.